കഴിഞ്ഞ ദിവസം ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജും അതോടൊപ്പം തന്നെ പി വി അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണത്തിന് പിന്നാലെ പി വി അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചു. കേൾക്കാം. ഈ നാട്ടിൽ അജിത് കുമാറും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ അഴിമതിയും കൊള്ളയും ജനങ്ങളെ വേട്ടയാടലും ഫൈനടപ്പിക്കലും തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ, മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങൾ, പാവപ്പെട്ട മനുഷ്യർ ഇങ്ങനെ ആനയും കാട്ടിയും ഈ കടുവയും കടിച്ച് ചവിട്ടിക്കൊല്ലുമ്പോൾ 10 ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി വച്ചിരിക്കുന്ന മന്ത്രിയുള്ള നാടാണ് നമ്മൾ. വയനാട്ടിലെ നമ്മുടെ സഹോദരിയെ പുലി പിടിച്ച് ആളുകൾ തെരയുമ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് ഫാഷൻ ഷോയിൽ പാട്ട് പാടുന്നത് കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ പോരാട്ടമാണ്. സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ നിങ്ങൾക്കിപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വന്ന് നോമിനേഷൻ കൊടുക്കാൻ എന്നെ റെപ്രസെൻ്റ് ചെയ്ത 4 വ്യക്തികളിൽ 3 പേര്, ഒന്ന് ഈ മലയോര മേഖലയിലെ കർഷകനാണ് ജോസഫ്, പിന്നൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, മൂന്നാമത്തെ ഒരു വഴിയോരത്ത് മത്സ്യം കച്ചവടത്തുന്ന ഒരു സഹോദരനാണ്, 4ാമത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് CPM-ൻ്റെ മുൻ ഏരിയ സെക്രട്ടറിയും വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡൻറ്റുമായ 4 ഈ നാട്ടിലെ സാധുക്കളാണ്. ഒരു 5 വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരു വ്യക്തി ഇന്ന് ലോട്ടറി വിറ്റ് ജയിക്കുക. സുഖു, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പഞ്ചായത്ത് മെമ്പറായാൽ മോട്ടോർ സൈക്കിളും കാറുമായിട്ടാണ് പിന്നെ നമ്മൾ പലരെയും ഇവിടെ കാണുന്നത്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ, ഈ മണ്ഡലത്തിൽ ഏറ്റവും വലിയ പഞ്ചായത്തായ വഴിക്കടവിലെ 5 വർഷം പ്രസിഡൻ്റായ സഖാവ് സുഖു ഇന്ന് വഴിക്കടവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ലോട്ടറി വിറ്റ് ജീവിക്കുകയാണ്. ആ സഖാവാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. എൻ്റെ വിയർപ്പിൻ്റെ മണം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെയും ഈ ചുമടെടുക്കുന്നവൻ്റെയും ഈ ഭാരം ഭരിക്കുന്നവൻ്റെയും ഈ കർഷകൻ്റെയും ഒക്കെ മണമാണ്. ആ മണം ഇന്ന് അവർക്ക് സഹിക്കില്ല. പിണറായിയുടെ പക്ഷം നിൽക്കുന്ന, പിണറായിസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഉന്നതരായ മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും വിയർപ്പിൻ്റെ മണം അദാനിയുടെ മണമാണ്. അത് സുഗന്ധമാണ്. ആ സുഗന്ധം പരത്താൻ അദാനിയിൽ നിന്നും പണം വാങ്ങി ഈ പറയുന്ന മരിമോനിസവുമായി ഈ നാട്ടിലേക്ക് ഇറങ്ങിയവർ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് എന്നെ ഇല്ലാണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ഭീഷണിക്ക് വഴങ്ങിയോ താല്പര്യത്തിന് വഴങ്ങിയോ പി വി അൻവറിനെ വഴിയാധാരാക്കാൻ വേണ്ടി തീരുമാനിച്ച പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ഉള്ളത്. അവസാനം പിണറായിസത്തിനെതിരെ മാത്രമല്ല ഇപ്പോൾ പോരാട്ടം വി.ഡി. സതീഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നുണ്ട്. മുഹമ്മദ് റിയാസ് നവകേരള സദസ്സിന്റെ യാത്രക്കിടെ കോൺട്രാക്ടർമാരിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് പണം വാങ്ങി അതിന്റെ തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കണക്കുകളും ആ തെളിവുകളും ഒക്കെ പുറത്തുവിടുമെന്നും കൂടി പി വി അൻവർ ഇപ്പോൾ പുതിയൊരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ്.